ഹലോ ഗൈസ്, ഇന്ന് ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഇന്നത്തെ കാർത്തികയാണ് കേട്ടോ. ഇന്നിൻ്റെ ഒരു ഡേ ഇൻ ലൈഫാണ് നമ്മൾ കാണാൻ പോകുന്നത്. രാവിലെ എണീറ്റ് മുഖം കഴുകിയിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. രാവിലെ ഇനി കുറച്ച് നേരം ഫോണിൽ തോണ്ടി കുറേ നേരം അവിടെ ഇരിക്കും. മുഖമൊക്കെ കഴുകിയിട്ട് വന്നു ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ എണീറ്റ് എന്ത് ചെയ്യും? കാർത്തികേട്ടൻ അമ്പലത്തിൽ പോകുന്നത് വെച്ചാൽ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാകാൻ പോവാണ്. അമ്പലത്തിൽ പോകാനായിട്ട് ഇന്ന് കാർത്തികയായിട്ട് സാരിയൊക്കെ ഉടുത്ത് എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്? കൊള്ളാമോ? സാരിയൊക്കെ കൊടുത്ത് കുറച്ച് പട്ടി ഷോയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ അമ്പലത്തിൽ പോകാനൊക്കെ റെഡി ആയിട്ടിരിക്കുക. അമ്മ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകണം. അതൊക്കെ നേരത്തെ ഞാനങ്ങനെ റെഡിയായി കുറേ നേരം ഓരോ പോസൊക്കെ എടുത്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുറേ നാൾക്ക് ശേഷമാണ് സാരി ഉടുക്കുന്നത് കേട്ടോ. കാർത്തികയല്ലേ, അങ്ങനെ വിചാരിച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് സാരിയൊക്കെ എടുത്തു. എങ്ങനെയുണ്ട്? കൊള്ളാമോ? പെട്ടെന്ന് റെഡിയായതാണ് കേട്ടോ. പെട്ടെന്ന് തട്ടിക്കൂട്ട് രാവിലെ പോകണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞ സാരി എടുത്ത് പോകാമെന്ന് വിചാരിച്ച് കുറേ ഷോയും കുറേ വീഡിയോസൊക്കെ എടുത്തു. അതിട്ട് അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. നേരെ ഞാൻ ചായ കുടിക്കാനായിട്ട്. മസ്റ്റ് ചായയാണ് എനിക്ക് രാവിലെ ചായ കുടിക്കാൻ ചെറിയൊരു കപ്പിൽ ചായയൊക്കെ എടുത്ത് ചൂട് ചായയാണ് കേട്ടോ. ചായയൊക്കെ എടുത്ത് കുടിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഉപ്പുമാവ്, പഴം, പിന്നെ നമ്മൾ നല്ല സോഫ്റ്റ് പപ്പടം ഇല്ലാതെ എന്ത് ഇല്ലേ, ഉപ്പുമാവ്, പപ്പടം, ചെറിയ പപ്പടമാണ് കേട്ടോ, കുഞ്ഞി പപ്പടം, ചമ്മന്തിയാണ്, നല്ല കൊച്ചുള്ളി പുളിയൊക്കെ ഇട്ട് അരച്ച് നല്ല സൂപ്പർ ചമ്മന്തി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഉച്ചയായപ്പോൾ ഐസ്ക്രീം അടിപ്പുണ്ടായിരുന്നു. ഒരു ലാസ്റ്റ് ഐസ്ക്രീം നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതപ്പോൾ അങ്ങനെ അത് കഴിക്കാനുള്ള പാടാണ് കേട്ടോ. കുറച്ച് കഴിച്ചിരുന്നു ഞാൻ. കുറച്ച് കഴിച്ചിട്ട് എടുത്തു വെച്ചിരുന്നു. ബാക്കിയൂടെ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഐസ്ക്രീമൊക്കെ നല്ല സൂപ്പറായിട്ട് കഴിച്ചു. അപ്പോൾ ഒരു മാങ്ങ അമ്മ പുളി വെച്ചിരുന്നു. മാമിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചാണ്. അതിൻ്റെ ഒരു ചെറിയൊരു പീസ് അത് ഞാനെടുത്തു. പിന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് വിചാരിച്ചെന്നാൽ പൂക്കളെയൊക്കെ കാണാൻ പോകുന്നത് വെച്ച് ഞങ്ങൾ കുറേ പൂവുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. സൂപ്പർ, നല്ല ഭംഗിയില്ലേ കാണാൻ? നിറയെ ഉണ്ടാകുന്നതാണ്. നമ്മുടെ നാട്ടിൽ കോളാമ്പി എന്നാണ് പറയുന്നത് കേട്ടോ. കോളാമ്പി, അതുപോലെ ചെമ്പരത്തി ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. തണുപ്പായതുകൊണ്ട് ഇഷ്ടംപോലെ പൂവിൽ മരത്തിലുണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിൽ കുറച്ച് നേരം അതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ കുറച്ച് പലതരത്തിലുള്ള വെറൈറ്റി ചെമ്പരത്തി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ. വെള്ള, അങ്ങനെ അതുപോലെ തന്നെ വെള്ള കുഞ്ഞു പൂക്കളില്ലേ, അതും നിറയെ ഉണ്ടായിട്ടുണ്ട്. മഞ്ഞുകാലം ആകുമ്പോൾ അതിൽ നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ വേറെ കോളാമ്പി ടൈപ്പ് പൂവ്, അതുകൊണ്ട് കുറേ അങ്ങനെ അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കുറേ ചെമ്പരത്തി വേറെ കളറിൽ, അതേ സെയിം കളർ വേറെ ചെമ്പരത്തി, തെറ്റി. മഞ്ഞുകാലം ആകുമ്പോൾ ഇഷ്ടംപോലെ, എല്ലാം ഞാൻ വെക്കുന്നതല്ല കേട്ടോ, എല്ലാം അമ്മ വെക്കുന്നതാണ്, നമ്മളൊന്നും വെക്കാറില്ല. കണ്ട് ആസ്വദിക്കുക, ഇഷ്ടമാണ്. പിന്നെ റോസ് നമ്മൾ കുറേ നാൾക്ക് മുമ്പ് വാങ്ങിച്ചാണ് കേട്ടോ. വെട്ടി കൊടുത്തോണ്ട് അതിൽ നിറയെ പൂവുണ്ട്. അതുപോലെ തെറ്റി നല്ല വയലറ്റ്, അതിൽ നിറയെ പൂവുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ എന്താ വെറൈറ്റി ആയിട്ട് നോക്കിയപ്പോൾ നമ്മുടെ ചാമ്പ നന്നായിട്ട് പൂത്തിട്ടുണ്ട് ഗെയ്സ് കേട്ടോ. എപ്പോഴും വിചാരിക്കും അതിൽ കുറേ നാൾക്ക് മുമ്പ് നിറയെ കായ്ച്ചിട്ട്, ഈ പ്രാവശ്യം കുറേ കായും പൂവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, നിറയെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് പഴുത്ത് കഴിയുമ്പോൾ നല്ല ചുമ ഇല കാണാത്ത രീതിയിൽ അത്രയ്ക്ക് അതിൽ കായ്കളുണ്ടാകും. നമ്മുടെ മെയിനായിട്ട് ശംഖുപുഷ്പം പടർത്തിയിട്ടുണ്ട് ഇഷ്ടംപോലെ. അമ്മയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ രാത്രി ഉച്ചയ്ക്ക് പിന്നെ കുക്കിങ്ങിന് കയറി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം അരിഞ്ഞ് വെച്ചു. വേഗം എല്ലാം അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഉള്ളി എല്ലാം വഴറ്റാൻ ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. അങ്ങനെ കടുക് പൊട്ടിച്ചു. കറിവേപ്പില നിങ്ങളിങ്ങനെയാണോ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടുന്നത്? അങ്ങനെ കടുക് പൊട്ടിച്ച് നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വെണ്ടയ്ക്ക അതിലിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കും. അതിൻ്റെ പച്ചമണം മാറണ്ടേ, മൂപ്പിച്ചെടുക്കുമ്പോൾ അങ്ങനെ വഴട്ടി അങ്ങോട്ട് കുറച്ച് സവാള, അതുള്ള സവാളയും കൂടെ അതിലോട്ടിടും. എന്നിട്ട് അത് മിക്സ് ചെയ്യാം. പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് വേണമെന്നെങ്കിൽ ഇടാം. എനിക്കിഷ്ടമാണ് കുരുമുളക് ഇടുന്നത്, ഞാൻ കുരുമുളക് ഇടും. പിന്നെ നമ്മുടെ മെയിനായിട്ട് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതായിട്ട് വഴറ്റി ചേർക്കണം കേട്ടോ. നല്ലതായിട്ട് മൂത്ത് കഴിയുമ്പോൾ നല്ല സൂപ്പർ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി റെഡിയായി. നല്ല സൂപ്പർ ക്രിസ്പി വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി റെഡിയായി. അത് കഴിയുമ്പോൾ നമ്മൾ ഒഴുക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അടുത്തൊരു സാമിക്കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ.
നമ്മളങ്ങനെ അവിടുത്തെ കഴിക്കാൻ പോയി. സമയക്കഞ്ഞിയൊക്കെ കുടിച്ചു. അവിടെ അസ്ത്രം നമ്മുടെ മെയിൻ ഐറ്റമാണല്ലോ. അസ്ത്രവും പപ്പടവും കടുമാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഹസ്ബൻഡും മാമിയും കൂടെ പിന്നെ പുറത്തോട്ട് പോവാണ്. ചെറിയൊരു വൈകിട്ട് ഈവനിങ് വൈബ് എന്നൊക്കെ പറയുന്ന പോലെ വിചാരിച്ചെന്നാൽ പുറത്ത് വരെ പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറി ഞങ്ങളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ പുറത്തോട്ടൊക്കെ പോകുന്നതൊക്കെ. ജോലിയല്ലേ, ജോലി ഇല്ലാത്ത ദിവസം പൊങ്കാല ആയതുകൊണ്ട് ജോലി അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. ഇങ്ങനെയൊക്കെ ബാമിക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ കുറേ കറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ചെറിയൊരു ഇതിന് സന്ധ്യയായി ഞങ്ങൾ പിന്നെ ചെറിയൊരു ഫ്രൂട്ട്സ് കടയിൽ കയറി. കുറേ ബാമിക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ ആ കടയിൽ. എത്തേക്ക് ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ലാത്ത വരെ ഫ്രൂട്ട്സുകളുണ്ടായിരുന്നു അതിനകത്ത്. അത് ബാമിക്ക് ഇഷ്ടമെന്ന് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ്, പേരയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെയാണ് അവിടെ മെയിൻ ഐറ്റംസ്. ഏത്തക്കയോട് പിന്നെ വലിയ താല്പര്യം. അപ്പോൾ അവിടെ നമ്മുടെ മെയിനായിട്ട് അവിടെ ഒരു കടയുണ്ട്. അവിടെ നിന്ന് നമ്മൾ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ വാങ്ങിച്ചു. നല്ല സൂപ്പ്, അത് തുറന്നപ്പോൾ തന്നെ നല്ല ചൂട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി സൂപ്പർ ചിക്കൻ ഫ്രൈ എന്ന് വെച്ചാൽ പ്രത്യേക ഒരു മസാലയാണ്. ഞാൻ മിക്കപ്പോഴും വാങ്ങിക്കും. 100 ഗ്രാമിൽ നിന്ന് 50 രൂപ കൊണ്ടാണ് അവിടെ. നല്ല ചൂടാണ് കേട്ടോ അതിൻ്റെ കയ്യും പുള്ളി. സൂപ്പർ ചിക്കൻ ഫ്രൈ മിക്കപ്പോഴും പൈസ ഉള്ളപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എൻ്റെ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ.